അരുൺകുമാർ, ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ അത് കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇന്നലത്തോടുകൂടി ഇനി അങ്ങോട്ട് തെരുവിൽ സമരം തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് കെ എസ് യുവിന്റെ പ്രതിഷേധവും കണ്ടു. ഈ പ്രതിഷേധങ്ങളെ പോലീസ് നേരിട്ട നടപടി അത് ശരിയായ രീതിയിലാണ് എന്ന അഭിപ്രായമുണ്ടോ? ഈ പ്രതിഷേധം എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പ്രതിഷേധമല്ലല്ലോ, ആക്രമണമല്ലേ നടന്നത്. ആക്രമണം വലിയ, അതിൻ്റെ ഏറ്റവും സ്ഥായിയായിട്ട് വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് നടന്നത്. ഇന്നലെ ചെരുപ്പ് ഉപയോഗിച്ചു, കരിങ്കല്ല് ഉപയോഗിച്ചു, കുപ്പികൾ ഉപയോഗിച്ചു, കുപ്പിച്ചില്ല് ഉപയോഗിച്ചു, വടികൾ ഉപയോഗിച്ചു, വിവിധ രൂപത്തിലുള്ള വടികൾ ഉപയോഗിച്ചു, തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചു, ഷീൽഡ്, പോലീസിന്റെ ഷീൽഡ് വാങ്ങിച്ചത് നിരവധി ചവിട്ടിപ്പൊളിച്ചു. അതുപോലെ ഇന്ന് മുളകുപൊടി നിറച്ച മുട്ടകൾ എറിഞ്ഞു. അതുപോലെ തന്നെ ഗോലി, കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഗോലി കൊണ്ടുവന്ന് പോലീസുകാരെ തെന്നി വീഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം. അപ്പോൾ പല യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന സമരമാർഗങ്ങളടക്കം, കുട്ടികൾ കാണുന്ന ഗെയിമുകളിലെ പല മാർഗങ്ങളടക്കം KSU സമരത്തിൽ ഉപയോഗിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഈ നവകേരള സദസ്സിന്റെ ശോഭ കെടുത്തുക, മുഖ്യമന്ത്രിയെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ ആക്രമിക്കുക, വനിതാ പോലീസിനെ വരെ ക്രൂരമായിട്ട് ആക്രമിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ അടിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു തിരിച്ചടയ്ക്കണം, വീണ്ടും തിരിച്ചടിക്കണമെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഒരു സംശയം വേണ്ട, എണ്ണി എണ്ണി തിരിച്ചടിക്കണമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്ന് പറഞ്ഞ് തൻ്റെ സമരത്തിൽ പങ്കെടുത്തവരെ ആവേശം കൊള്ളിച്ചു. ആ കുഞ്ഞുങ്ങൾ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് വന്ന നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീയെ വെട്ടിനുറുക്കി കൊന്ന് കഷ്ണമായി വീടിന്റെ മുറ്റത്ത് മറവ് ചെയ്തിട്ട, കുഴിച്ചിട്ട ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അടക്കം, അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് 2 കിലോ കഞ്ചാവ് അടക്കം കയ്യോടെ പിടികൂടിയ നേതാവ് അടക്കം, അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് LLB എൻറോൾമെന്റ് നടത്തി സ്വന്തം വീടിന് മുന്നിൽ ബോർഡൊക്കെ വെച്ച് പ്രാക്ടീസ് ആരംഭിച്ച് ഇപ്പോൾ അന്വേഷണം വന്നപ്പോൾ ബോർഡ് എടുത്ത് മാറ്റി ഒളിവിൽ പോയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അടക്കം, അതുപോലെ നിരവധി ആളുകൾക്ക് നിയമന ഉത്തരവ് കൊടുത്ത കോട്ടയത്തിന്റെ KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കമുള്ള ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സന്യാസത്തിന് പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് KPCCയുടെ പ്രസിഡന്റ് നടത്തിയ ആഹ്വാനം ഇന്ന് KSU നടത്തിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായും നിയമം കയ്യിലെടുത്ത് പോലീസിനെ ക്രൂരമായി ആക്രമിക്കുന്നതാണ് നാം കണ്ടത്. ഇവിടെ എന്ത് കാരണത്താലാണ് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രഖ്യാപിതമായിട്ടുള്ള മുദ്രാവാക്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് നവകേരള സദസ് 23-ന് സമാപിക്കും. അപ്പോൾ 20, 21, 22, 23 ഓരോ സംഘടനകൾക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. 23-ാം തീയതി നവകേരള സദസ് സമാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം കലാപ കലുഷിതമാക്കണം, അവിടെ വന്നിരിക്കുന്ന പ്രചരണ മെറ്റീരിയൽസ് മുഴുവൻ തകർക്കണം. ഇന്ന് നിരവധി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ ലൈവ് കണ്ടു, ആ പ്രചരണ മെറ്റീരിയൽസ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവകേരള സദസ്സിനെ കുറിച്ച് അവസാന ദിവസങ്ങളിൽ ചർച്ചയാകാതെ ഇരിക്കാനും അക്രമത്തിന്റെ വേദിയിലേക്ക് ഇതിനെ മാറ്റുവാനും അതുപോലെ നിശ്ചിതമായിട്ടുള്ള ആക്രമണ പരമ്പര അഴിച്ചുവിടാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസിന്റെ തന്ത്രം എന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 2 കാര്യം ഇവർ ഇതിലൂടെ ലക്ഷ്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്, ഇവിടെ KPCCയുടെ പ്രസിഡന്റ് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങനെ RSSകാരെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ, ചാൻസലർ ശ്രമിക്കുമ്പോൾ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ച് കേരളത്തിന്റെ മനസാക്ഷിയെ, സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ആ ചോദ്യം മുഖ്യധാരയിൽ നിന്ന് മാറ്റണം. 2, വലിയ തരത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചെയ്ത, ഇപ്പോഴും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം, വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെ തേച്ചു മാറ്റി ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന്റേത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ന് നടന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇന്നലത്തെ സമീപനമൊക്കെ നമ്മൾ കാണുകയും അത് പറയുകയും ചെയ്തതാണ്. ഇന്ന് പോലീസിന്റേത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇന്ന് വെഞ്ഞാറമൂട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനായി അങ്ങോട്ട് CPM സംഘം അങ്ങോട്ട് ചെല്ലുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ഈ കരുതൽ തടങ്കലിൽ എന്തിനാണ് വെക്കുന്നത്? അവിടെ ചെന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അല്ല, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തുന്തൽ, എന്തിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചെന്ന് ചാടുന്നത്?
പ്രതിഷേധമാകാം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാകാം. ഇപ്പൊ SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമരം നടത്തി. ഞങ്ങൾ അവിടെ കവിത പാടി, അതുപോലെ കഥകൾ പറഞ്ഞു, അതുപോലെ പാട്ടുകൾ പാടി, വിപ്ലവഗാനം പാടി, കറുത്ത ബലൂണുകൾ ഉയർത്തി, കറുത്ത ബനിയനുകൾ ധരിച്ചു, മുദ്രാവാക്യങ്ങൾ വിരിച്ചു. അത് മുദ്രാവാക്യങ്ങൾ നന്നായി തന്നെ ഉറക്കെ ചൊല്ലി. അതുപോലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമരങ്ങൾ അവിടെ നടത്തി. ആ സമരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നോ? പോലീസ് അവിടെ പിടിച്ചു മാറ്റാൻ വേണ്ടി ചില വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സമരം അവിടെ നിൽക്കട്ടെ, അത് താങ്കൾക്ക് അങ്ങനെ തന്നെ വിശദീകരിക്കാം, കുഴപ്പമില്ല. തലസ്ഥാനത്ത് നടന്ന സമരം എങ്ങനെയായിരുന്നു? തലസ്ഥാനത്ത് ഗവർണറുടെ വാഹനത്തിന് നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്ന പ്രവർത്തകർ, വാഹനത്തിൽ കരിങ്കൊടി കൊണ്ട് കുത്തുന്ന പ്രവർത്തകർ, വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന പ്രവർത്തകർ, ഇതും കണ്ടതാണ്. ആ സമരത്തെ തള്ളുന്നുണ്ടോ? അവിടെ ഞാൻ പറയാം, ഇസഡ് കാറ്റഗറിയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുന്നതിന് മുന്നത്തെ കാര്യമാണ് ചോദിച്ചത് അരുൺ. പുറത്തിറങ്ങിയത് പിന്നീടാണല്ലോ. എന്നാ എന്നെ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഇറങ്ങിയത് വേറെ കാര്യം. അത് അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രകടനത്തെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഞാൻ ചോദിച്ചത് അവിടെ SFI പ്രവർത്തകർ ചെയ്തത് ശരിയാണോ? അവിടെയും കറുത്ത തൂവാല ഉയർത്തി സമാധാനപരമായിട്ടുള്ള സമരം തന്നെയാണ് SFI നടത്തിയത്. ആ വാഹനത്തിൽ ഇത്ര രൂപയുടെ കേടുപാടുണ്ടായി എന്ന് പറഞ്ഞ് രാജ്ഭവനിൽ നിന്ന് പരാതി എഴുതി കൊടുത്തപ്പോൾ അതങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ആ വാഹനത്തിന് ഒരു പരിക്കുമില്ല. അരുൺ, നമ്മൾ കണ്ട ദൃശ്യങ്ങളുണ്ടല്ലോ, വാഹനത്തിലേക്ക് ഈ കരിങ്കൊടി കൊണ്ട് കുത്തുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഗവർണറോട് ഈ രൂപത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഗവർണറോട് പ്രതിഷേധിക്കുകയൊക്കെ വേണം. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് അത് അപായപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറയാൻ പാകത്തിൽ ആ സമരം നടത്താമായിരുന്നോ? അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, അവിടെ ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി, ചാൻസലർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ SFI നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം, ആ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ 3 കേന്ദ്രങ്ങളിൽ കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വാഹനം നിർത്തി അതിൽ നിന്ന് ചാടി ഇറങ്ങി എന്ന് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, തത്സമയം കണ്ടതല്ലേ അരുൺ? ചില ദൃശ്യങ്ങൾ മാത്രം എന്താണ് ഈ മറന്നു പോകുന്നത്? ഇല്ല, വാഹനം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ചുറ്റുമാണ് SFIക്കാർ അന്ന് മുദ്രാവാക്യം വിളിച്ച് നമ്മൾ കണ്ടത്. അല്ലാതെ ഓടി ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് SFIക്കാർ എടുത്തു ചാടുന്ന വീഡിയോ ഒന്നും ഒരു ദൃശ്യവും നമ്മളായിട്ട് ചാടിയത് ഇല്ല അരുൺ, അങ്ങനെ പറയരുത്. വാഹനത്തിന്റെ ഗ്ലാസിൽ കരിങ്കൊടി കൊണ്ട് കുത്തുന്നത് ശരിയാണോ അരുൺ? അത് പറയൂ. എനിക്ക് ഈ സമരമാർഗങ്ങളിലെ വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. കാറ്റഗറിയിലുള്ളയാൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ സമരത്തിലെ വിഷയമേ അല്ല, വിഷയം വ്യത്യസ്തമാണ്, അതിൽ തർക്കവുമില്ല. ഗവർണറോടുള്ള സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു തർക്കവുമില്ല. ഞാൻ ചോദിച്ച സമരമാർഗത്തെ കുറിച്ചാണ്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ വളരെ വളരെ നല്ല രീതിയിലുള്ള സമരവും അപ്പുറത്ത് അത് ചെയ്യുമ്പോൾ ആത്മഹത്യാ ശ്രമവും ആകുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് കുട്ടികൾ അണിനിരന്ന് നടന്ന സമരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ വഴി തടയാമായിരുന്നില്ലേ? അതുപോലെ രാത്രി കാലങ്ങളിൽ അദ്ദേഹം ഇറങ്ങി നടന്നപ്പോൾ ആക്രമിക്കാമായിരുന്നില്ലേ? അത്തരത്തിലൊന്നും ഒരു ആക്രമണത്തിന്റെ പാതയിലേക്ക് പോയില്ലല്ലോ. തലസ്ഥാനത്തെ പ്രതിഷേധമാണല്ലോ ചോദിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.